ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമുത് തജ്വീദിൻ്റെ അദ്ദറസുസാനി രണ്ടാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റസ്മുൽ ഉസ്മാനി, ഖുർആനിൻ്റെ എഴുത്ത് രീതിയായ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ പാഠഭാഗം 5ാം ക്ലാസ് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതേ പാഠം തന്നെ ആയിരുന്നു. 6ാം ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു പാഠഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, റസ്മുൽ ഉസ്മാനി എന്താണ്? റസ്മുൽ ഉസ്മാനി പരിശുദ്ധ ഖുർആനിൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ മനസ്സിലാക്കി വെക്കുക. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. ഏത് രീതിക്ക് വിരുദ്ധമായാണ് ഖുർആൻ എഴുതാൻ പാടില്ലാത്തത്? റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി. അപ്പോൾ ഇവിടുന്ന് ഖുർആനിൻ്റെ എഴുത്ത് രീതി ഏത് ചോദ്യം വരാം. റസ്മുൽ ഉസ്മാനി മനസ്സിലാക്കുക. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ആ നിയമങ്ങൾ? ഹദഫ്, സിയാദ, ഹംസ, വസ്ല്, ഫസ്ല്, മാഫി ഖിറാഅത്താനി 2 രീതിയിലുള്ള പാരായണത്തിൻ്റേത്. അങ്ങനെ 6 രീതികളാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒന്നാമതായിട്ട് വരുന്നത് അൽ ഹദഫ്. ഹദഫ് എന്താണെന്നാണ്? അക്ഷരങ്ങൾ ഒഴിവാക്കൽ. എന്താണ് ഈ അക്ഷരങ്ങൾ ഒഴിവാക്കൽ? ചില പദങ്ങളിൽ നിന്നും ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. ചില പദങ്ങളിൽ ചില അക്ഷരങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഖുർആനിൽ എഴുതിയിട്ടുള്ളത്. ആ രീതിക്കാണ് അൽ ഹദഫ് എന്ന് പറയുന്നത്. അൽ ഹദഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കി മനസ്സിലാക്കാം. റസ്മുൽ കിയാസി. കിയാസി എന്ന് പറഞ്ഞാൽ സാധാരണ എഴുത്ത് രീതി. റസ്മുൽ കിയാസി, റസ്മുൽ ഉസ്മാനി. റസ്മുൽ ഉസ്മാനി എഴുത്തും സാധാരണ എഴുത്ത് രീതിയും. അപ്പോൾ ഇവിടെ അർ-റഹ്മാനി എന്ന സാധാരണ എഴുത്ത് രീതിയിൽ മാ അതുമിലൂടെ നീട്ടുക മാ. എന്നാൽ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ മാ അവിടെ ഒരു അലിഫ് സൊയറ, ചെറിയൊരു അലിഫ് ഇട്ടിട്ടാണ് നമ്മളവിടെ നീട്ടിയത്. അർ-റഹ്മാനി. അപ്പോൾ മനസ്സിലാക്കുക. ഇനി ഇവിടെ എൽവൂന റസ്മുൽ കിയാസി സാധാരണ എഴുത്ത് രീതി. അപ്പോൾ വൂ എന്നിടത്ത് ലൊമ്മിനെ നീട്ടാൻ വാവ്. എന്നാൽ ഇവിടെ വാവ് ഉണ്ട്. അതെന്താണ്? വാവ് സൊയറ, ചെറിയ വാവാണ്. മനസ്സിലാക്കുക. എൽവൂന എന്ന് തന്നെയാണ് അവിടെ എഴുതിയത്. ചെറിയ വാവ് സൊയറ, ചെറിയ വാവാണ് അവിടെ ഇട്ടത്. അപ്പോൾ ഇവിടെ അലിഫ് സൊയറ, ഇവിടെ വാവ് സൊയറ. അപ്പോൾ 2 സ്ഥലത്തുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഹദഫിൽ അക്ഷരങ്ങൾ ഒഴിവാക്കിയാണ് വന്നത് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ. അപ്പോൾ മനസ്സിലാക്കുക. ഇവിടെ അലിഫുള്ളത് ഇവിടെ ഒഴിവാക്കി. അവിടെ ചെറിയൊരു അലിഫാണ് നൽകിയത്. അപ്പോൾ അത് ഒഴിവാക്കിയതിന് സമാനമാണ്. മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ വാവ് ഇവിടെ ചെറുത് ഇട്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഹദഫ് പദങ്ങളിൽ നിന്ന് ചില അക്ഷരങ്ങൾ ഒഴിവാക്കി ആണ് ഇവിടെ എഴുതിയത്. അതാണ് റസ്മുൽ ഉസ്മാനി ഹദഫ്. രണ്ടാമത്തത് അസിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങളെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതാണ് സിയാദ, അക്ഷരങ്ങളെ കൂടുതലാക്കൽ. ഉദാഹരണം നോക്കൂ. അൽ കിയാസി സാധാരണ എഴുത്ത് രീതി ല അദ്ബഹന്ന. അപ്പോൾ ഉസ്മാനി റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ എങ്ങനെയാണ് ല അദ്ബഹന്ന എന്ന് എഴുതിയത്? 2ലും വ്യത്യാസം വന്നത് നോക്കാട്ട. അപ്പോൾ ഇതിലില്ലാത്ത ഒരു അലിഫ് ഇവിടെ കൂടുതലാക്കിയിട്ടുണ്ട്. എന്നാലും നമ്മൾ പാരായണം ഒരുപോലെയാണ്. ല അദ്ബഹന്ന മനസ്സിലാക്കുക. ഒരു അലിഫ് കൂടുതൽ വന്നു. അപ്പോൾ അത് സിയാദ മനസ്സിലാക്കുക. അടുത്തത് അൽ ബദൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ.
ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ഉദാഹരണം നോക്കൂ, കിയാസി സ്വലാത്ത്. അടുത്തത് സ്വലാത്ത്. അപ്പോൾ അവിടെ എന്താ വ്യത്യാസം വന്നത്? അപ്പോൾ സാധാരണ കിയാസി എഴുത്ത് രീതിയിൽ സ്വലാത്ത് എന്ന് എഴുതുമ്പം ലാമിന് അലിഫ് കൊണ്ട് നീട്ടിയിട്ടാണ് എഴുതുക. അപ്പം അത് റസ്മുൽ ഉസ്മാനി രീതിയിൽ സ്വലാത്ത്. അപ്പോൾ അവിടെ ഒരു വാവ് കൂടി ഇട്ട്, വാവിട്ടാണ് ഇവിടെ നീട്ടിയത്. അപ്പോൾ ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവന്നു. അപ്പോൾ മനസ്സിലാക്കുക, വാവ്. ഈ അലിഫിന് പകരം ഇവിടെ അലിഫ് സൈറുണ്ട്, പക്ഷെ മറ്റൊരു അക്ഷരം കൂടി അവിടെ കൊണ്ടുവന്നു. അതാണ് ഇവിടെ അൽ ബദൽ. മനസ്സിലാക്കുക, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവന്നു. അടുത്തത് നാലാമത്തത് അൽ ഹംസ്. ഹംസിൻ്റെ വ്യത്യസ്തമായ എഴുത്ത് രീതി. ഹംസിൻ്റെ വ്യത്യസ്തമായ എഴുത്ത് രീതി. ഉദാഹരണം നോക്കൂ, ഇത് അന്തർ, മുഅജ്ജലൻ, ഫിഅത്തുൻ, സമാഅൻ. അപ്പോൾ ഇവിടെയൊക്കെ ഹംസകൾ വന്നിട്ടുണ്ട്. ഇവിടെ ആ അലിഫിൻ്റെ മുകളിൽ വന്നു, അലിഫിൻ്റെ താഴെ വന്നു. ഇവിടെ ആ വാവിൻ്റെ മുകളിൽ വന്നു, ഫി ആ ഇങ്ങനെ വന്നു, സമാഅൻ അവസാനത്തിൽ വന്നു. അപ്പോൾ ഇവിടെ വ്യത്യസ്ത രീതിയിൽ ഹംസിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള എഴുത്ത് രീതി, അതാണ് അൽ ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയിൽ വ്യത്യസ്തമായിട്ട് ഹംസകൾ എഴുതുന്ന രീതിയാണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അൽ വസ്ലും വൽ ഫസ്ലും. വസ്ലും ഫസ്ലും. വസ്ൽ എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. വസ്ല്, മനസ്സിലാക്കുക. വസ്ല് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതൽ. ഉദാഹരണം നോക്കാം, കിയാസി സാധാരണ എഴുത്ത് രീതി ലി കൈല. ലി കൈല, ഇത് ഒരു പദം, ല മറ്റൊരു പദം. അപ്പോൾ അത് രണ്ടായിട്ട് എഴുതിയത് ആണ്. അപ്പോൾ അതിനെ ഒറ്റ പദമാക്കി എഴുതി, ചേർത്ത് എഴുതി, ലി കൈല എന്ന്. യായിലേക്ക് ലാമിനെ ചേർത്തില്ല എന്ന് എഴുതി. അപ്പോൾ ഇതാണ് റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതി, മനസ്സിലാക്കട്ടോ. പിരിച്ചെഴുതിയതിനെ ചേർത്തെഴുതി, പിരിച്ചെഴുതിയതിനെ ചേർത്ത് എഴുതി, ഇതാണ് വസ്ല്. ഇനി അടുത്തത് ഫസ്ല്. അൽ ഫസ്ല്, ചേർത്ത് എഴുതേണ്ടതിനെ രണ്ടായിട്ട് പിരിച്ചെഴുതി, ചേർത്ത് എഴുതേണ്ടതിനെ രണ്ടായിട്ട് പിരിച്ചെഴുതി. ഉദാഹരണം നോക്കൂ, അൽ കിയാസി സാധാരണ എഴുത്ത് രീതി ഇല്യാസീൻ. ഇല്യാസീൻ, ഇല്യാസീൻ എന്നതിൽ യാ ലാമിലൂടെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇനി പിരിച്ചാണ് ഉസ്മാനിയിൽ എഴുതുന്നത്. ഇൽ യാസീൻ, ഇല്യാസീൻ. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസങ്ങൾ, യാഇനെ നീട്ടാനുള്ളതിന് പകരം ഇവിടെ ചെറിയ അലിഫിട്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഫസ്ല് എന്ന് പറഞ്ഞാൽ ചേർത്ത് എഴുതേണ്ടതിനെ രണ്ടായി റസ്മുൽ ഉസ്മാനിയിൽ പിരിച്ചെഴുതും, അതാണ് ഫസ്ല്. വസ്ല് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതിയതിനെ റസ്മുൽ ഉസ്മാനിയിൽ ചേർത്ത് എഴുതും. അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതാ മാഫി കിറാഅത്താനി ഫകുത്തിബ ബേഹ്ദാഹുമ. രണ്ട് വിധം കിറാഅത്തുള്ള പദങ്ങളെ ഒരു കിറാഅത്ത് പ്രകാരം എഴുതുക. രണ്ട് വിധം കിറാഅത്ത്, അതായത് രണ്ട് വിധം പാരായണം. അൽ കിയാസി, ഇവിടെ സാധാരണ എഴുത്ത് രീതിയിൽ മലിക്കി, ഇതിനെ മാലിക്കി എന്നും കിറാഅത്തിലുണ്ട്. നമുക്ക് പാരായണം ചെയ്യാം, മലിക്കി എന്നും മാലിക്കി എന്നും. അപ്പോൾ അത് റസ്മുൽ ഉസ്മാനിയിൽ എഴുതിയത് ഇങ്ങനെയാണ്, മലിക്കി മാലിക്കി എന്ന് രണ്ടും വായിക്കാം ഇതുകൊണ്ട്. അപ്പോൾ രണ്ട് വിധം കിറാഅത്താണ് ഇവിടെ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഖുറാനിലെ എഴുത്ത് രീതി റസ്മുൽ ഉസ്മാനിയാണ്. ആ എഴുത്ത് രീതിക്ക് വിരുദ്ധമായി ഖുറാൻ എഴുതാൻ പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഇത് ദഫ്തർ തോലിബ് നോക്കി നമുക്ക് തദ്രിബാത്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാരായണം ചെയ്യാനും മനപ്പാടാക്കാനുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നക്ര സൂറത്ത് ബക്കറ. ബക്കറയിൽ 77-ാമത്തെ ആയത്ത് മുതൽ 134-ാമത്തെ ആയത്ത് വരെ റസ്മുൽ ഉസ്മാനി എഴുത്ത് രീതിയൊക്കെ മനസ്സിലാക്കി പാരായണം ചെയ്യാനാണ്. പിന്നെ മനപ്പാടാക്കേണ്ടത് യാസീന് 8-ാമത്തെ ആയത്ത് മുതൽ 14-ാമത്തെ ആയത്ത് വരെ, 8 മുതൽ 14 വരെ. പിന്നെ വാക്യ
വാക്യ 7-ാമത്തെ ആയത്ത് മുതൽ 12-ാമത്തെ ആയത്ത് വരെ. അപ്പം ഇത്രയും മനപ്പാടമാക്കുക. അഹ്കാമു തജ്വീദിൻ്റെ ദഫ്തറു തോലിബിൽ അദ്ദറസുസാനി റസ്മുൽ ഉസ്മാനി എന്താണ് ഇവിടെ പറയുന്നത്? താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ നോക്കിയിട്ട് അതിലെ റസ്മുൽ ഉസ്മാനി ഏത് നിയമമാണെന്ന് നമുക്കിവിടെ കായിക അവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്നത് എന്താണ്? റസ്മുൽ കിയാസി റസ്മുൽ ഉസ്മാനി 2 എഴുത്ത് രീതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ് മാലിക്കി ഇത് രണ്ടും മലിക്കി എന്നും ഇതും മലിക്കി എന്നും 2 വിധം കിറാത്ത് ഉള്ള പദമാണിത്. അപ്പോൾ എന്താണ് അതിൻ്റെ കായിക എന്താ ഇത് നമ്മളവിടെ മാഫി കിറാത്താനി ഫക്കുത്തുബ ഇഹ്ദാഹുമ അത് എഴുതാം. അല്ലെങ്കിൽ 2 വിധം കിറാത്തുള്ള പദം, അങ്ങനെ രണ്ടും നമുക്കവിടെ എഴുതിയേക്കാം. അടുത്തത് എന്താണ്? ഇനി അടുത്തത് കുല്ലമ. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് സാധാരണ എഴുത്ത് രീതി, അത് ചേർത്ത് എഴുതിയേക്കാണ് കുല്ലമ എന്നത്. ഇവിടെ കുല്ലമ എന്നതിനെ ചേർത്ത് എഴുതിയതിനെ പിരിച്ചെഴുതി. അപ്പോൾ അതെന്തായിരുന്നു? അത് ഫസ്ല്. ചേർത്ത് എഴുതിയതിനെ റസ്മുൽ ഉസ്മാനിയിൽ പിരിച്ചെഴുതുന്നതിന് ഫസ്ല് എന്ന് പറയാം. അപ്പം നമുക്കവിടെ ഫസ്ല് എന്ന് എഴുതാം, അതിൻ്റെ കായിക. അടുത്തത് അല്ലൻ. ഇവിടെ 2 പദമാണ്. കിയാസിൽ 2 പദം. അല്ലൻ അതിന് നമ്മളിവിടെ ചേർത്ത് എഴുതി. അപ്പോൾ എന്താണ്? വസ്ല് എന്താണ്? പിരിച്ചെഴുതിയതിനെ ചേർത്ത് എഴുതി. വസ്ല് എന്ന് പറഞ്ഞാൽ പിരിച്ചെഴുതിയ കലിമത്തിനെ ചേർത്ത് എഴുതി. അപ്പോൾ വസ്ല്. അപ്പോൾ അതവിടെ എഴുതാം. അടുത്തത് നോക്കുക എന്താണ് ഇവിടെ? സ്വലാ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ ബദലാണ്. ബദല് ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. ലാം അലിഫ് അവിടെ നീട്ടി, അതിന് പകരം ഇവിടെ വാവ് കൊണ്ട് നീട്ടി. മനസ്സിലാക്കുക. സ്വലാത്ത് ബദൽ അതെഴുതാം. അടുത്ത ല അദ്ബഹന്ന എന്തായിരുന്നു? സിയാദ സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരത്തെ ചില പദങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അക്ഷരങ്ങളെ കൂടുതലാക്കൽ, അതാണ് അസിയാദ. അപ്പോൾ നമുക്കവിടെ അസിയാദ എന്ന് എഴുതാം. മനസ്സിലാക്കുക. അതൊക്കെ പാഠത്തിലുള്ള ഉദാഹരണം തന്നെയാണ്. അടുത്തത് ഈലാഫിഹിം. അപ്പോൾ അവിടെ എന്താണ്? അക്ഷരങ്ങളെ ഒഴിവാക്കലാണ്. യാഇനെ ഒഴിവാക്കി എഴുതി. അവിടെ എഴുത്ത് രീതി സാധാരണ എഴുത്ത് രീതി കാണാത്ത യാ ഇട്ട് അലിഫ് സോയിറ ഈലാഫിഹിം. അപ്പോൾ നമുക്കവിടെ ഹദഫ് എഴുതാം, അക്ഷരങ്ങൾ ഒഴിവാക്കൽ. അപ്പോൾ ഇത് ഹദഫ് സിയാദ അതൊക്കെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് അതിൻ്റെ കായിദ അത് എഴുതാം. അക്ഷരങ്ങൾ ഒഴിവാക്കൽ, ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് വരൽ, അങ്ങനെ ആ രീതിയിൽ എഴുതാം. ഞാനത് കള്ളിയിൽ കൊള്ളാൻ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവാൻ രീതിയിലാണ് ഇങ്ങനെ എഴുതി മനസ്സിലാക്കുക. അടുത്തത് അതുപോലെ തന്നെ യാ നൂഹ് ഇവിടെ അലിഫ് കൊണ്ട് നീട്ടി. റസ്മുൽ ഉസ്മാനിയിൽ അതിനോട് ചേർത്ത് അലിഫ് സോയിറട്ട് അക്ഷരങ്ങൾ ഒഴിവാക്കൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. യാ നൂഹ് റസ്മുൽ ഉസ്മാനി ഹദഫ് അക്ഷരങ്ങളെ ഒഴിവാക്കൽ അത് എഴുതാം. അടുത്ത എന്താണ്? സ ഉരീക്കും സിയാദ അക്ഷരങ്ങളെ കൂടുതലാക്കൽ. സാധാരണ എഴുത്തിൽ കാണാത്ത അക്ഷരങ്ങൾ ചില പദങ്ങളിൽ കൊണ്ടുവരൽ. വാവ് ഇവിടെ കൊണ്ടുവന്നതാണ്, അതാണ് റസ്മുൽ ഉസ്മാനി. അപ്പോൾ സിയാദ അത് എഴുതാം. മനസ്സിലാക്കുക. അടുത്തത് നിയമത്ത 2 സ്ഥലത്ത് വന്ന താ മനസ്സിലാക്കുക. എന്താണ്? ബദലാണ്. ഒരക്ഷരത്തിനു പകരം മറ്റൊന്ന് കൊണ്ടുവരൽ, അതാണ് ബദൽ. ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ. അപ്പോൾ അത് എഴുതാം ബദൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരൽ അത് എഴുതാം. അടുത്ത ലി കൈല എന്താണ്? പിരിച്ചെഴുതിയതിനെ
ചേർത്തി എഴുതി. ലികൈല പിരിച്ചെഴുതിയതിനെ ചേർത്തി എഴുതി ഇവിടെ. അപ്പോൾ എന്തായിരുന്നു? വസ്ല്. വസ്ല് നമുക്കവിടെ വസ്ല് എന്ന് എഴുതി വെക്കാം. അടുത്ത് ഇല്യാസീൻ. ഇൽയാസീൻ ചേർത്തി എഴുതിയതിന് ഇവിടെ പിരിച്ചെഴുതി. റസ്മുൽ ഉസ്മാനിയിൽ പിരിച്ചെഴുതി. ഫസ്ല്. ഫസ്ല് ചേർത്തി എഴുതിയതിന് പിരിച്ചെഴുതി. ഫസ്ല്. ഔലാമസ്തും. ഔലാമസ്തും പിരിച്ചെഴുതിയതിന് ഇവിടെ റസ്മുൽ ഉസ്മാനിയിൽ ചേർത്ത് എഴുതി. ഔലാമസ്തും ചേർത്ത് എഴുതി. ഔലാമസ്തും മനസ്സിലാക്കുക. അപ്പോൾ വസ്ലാണത്. അപ്പോൾ അതൊക്കെ ഉദാഹരണമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് വരുന്നതാണ്. ചിലപ്പോൾ മാച്ച് ചെയ്യാൻ വരാം. ഇല്ലെങ്കിൽ 3 ഓപ്ഷൻ തരും. ഒരു വേർഡ്സ് തന്നിട്ട് ഇത് വസ്ലാണോ ഫസ്ലാണോ ബദലാണോ എന്ന് ചോദിച്ചാൽ ലികൈല തന്നിട്ട് വസ്ലാണോ ഫസ്ലാണോ വസ്ലാണോ എന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ആ രീതിയിലൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നുജുബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. റസ്മുൽ ഉസ്മാനി എന്നാൽ എന്ത്? എന്താണ് റസ്മുൽ ഉസ്മാനി? നമ്മൾ പാഠം വായിക്കുമ്പോൾ ഫസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1. പരിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുത്തിൻ്റെ പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളുടെയും എഴുത്ത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. അപ്പോൾ എന്താണ് റസ്മുൽ ഉസ്മാനി എന്നുള്ളത് എഴുതി പഠിക്കുക. അടുത്ത 2ാമത്തെ ചോദ്യം, റസ്മുൽ ഉസ്മാനിയിൽ പ്രധാന നിയമങ്ങൾ എത്ര ഏതെല്ലാം? റസ്മുൽ ഉസ്മാനിയിലെ പ്രധാന നിയമങ്ങൾ എത്ര ഏതെല്ലാം? ഏതൊക്കെയാണ്? റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളുണ്ട്. 6 നിയമങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് 1, 2, 3, 4, 5 6 എണ്ണവും നമുക്ക് നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഹദഫ്, സിയാദ, ബദല്, ഹംസ്, വസ്ല്, ഫസ്ല്, മാഫി ഖിറാഅത്താനി ഫകുത്തിബ ഇഹ്ദാഹുമ. അങ്ങനെ 6 എണ്ണം എഴുതുക. പത്ത് നുബയ്യിന് എന്താണ് ഹദഫ് എന്ന്? ഹദഫ് എന്താണ്? അക്ഷരങ്ങളെ ഒഴിവാക്കൽ. ഹദഫ് അക്ഷരങ്ങളെ ഒഴിവാക്കൽ. അസിയാദ അക്ഷരങ്ങളെ കൂടുതലാക്കൽ. അൽ ബദല് ഒരക്ഷരത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാൻ. അൽ വസ്ല് വസ്ല് പിരിച്ചെഴുതേണ്ട കലിമത്തിനെ ചേർത്തെഴുതുക. ഫസ്ല് ചേർത്ത് എഴുതേണ്ടതിനെ 2ആയി പിരിച്ചെഴുതുക. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അപ്പോൾ അതിൽ നിന്ന് ഹംസിൻ്റെ വ്യത്യസ്തമായ എഴുത്ത് രീതിയൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. പാഠത്തിൽ ഹംസ് അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ റസ്മുൽ ഉസ്മാനിയിലെ എഴുത്ത് രീതി, റസ്മുൽ ഉസ്മാനിയിലെ പ്രധാന നിയമങ്ങൾ ഹദഫ്, സിയാദ, ബദല്, വസ്ല്. വസ്ലും ഫസ്ലും ഒന്നിച്ചാണ്. അപ്പോൾ ഹദഫ്, സിയാദ, ബദല്, വസ്ല്, ഫസ്ല്, ഹംസ, മാഫി ഖിറാഅത്താനി ഫകുത്തിബ ഇഹ്ദാഹുമ 6ാമത്തത്. അങ്ങനെ 5 എണ്ണം എഴുതി വെക്കുക. അപ്പോൾ എത്രയാണ് 2ാമത്തെ പാഠമായ റസ്മുൽ ഉസ്മാനിയിൽ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.